ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള അവളെ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്. വടകരയുള്ളതാണ് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല. അങ്ങനെ ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മരണപ്പെട്ട ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. പക്ഷെ ചുമത്തിയ വകുപ്പ് എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. പെട്ടെന്ന് ഊരി പോകാവുന്ന വകുപ്പാണ്. അല്ലെ, നിയമപരമായി നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കേസെടുക്കാൻ ഇവിടെ വകുപ്പുള്ളൂ. അല്ലാതെ പലരും പറയുന്ന പോലെ അവളെ പിടിച്ച് ജയിലിടാനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല. എനിവേ, ആരാണ് ഷിംജിത, ആരാണ് ദീപക് എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. മറ്റേ ബസ്സിൽ കയറിയ ഒരു യുവതി വീഡിയോ പിടിച്ചത് കാരണം ഒരാൾ ജീവൻ ഒടുക്കിയ സംഭവം ഉണ്ടല്ലോ, അതിൽ വീഡിയോ പിടിച്ച യുവതിയുടെ പേരാണ് ഷിംജിത, ജീവൻ ഒടുക്കിയ പുരുഷന്റെ പേരാണ് ദീപക്. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഷയം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ ചർച്ചയായ സമയത്ത് പലയിടത്തും പലരും പറയുന്നത് കണ്ടു, അവളെ പിടിച്ച് ജയിലിലിടണം, അവളൊരു കൊലപാതകയാണ് എന്നൊക്കെ. സംഭവം സാമൂഹികപരമായി നോക്കുന്ന സമയത്ത് സംഭവം ശരി തന്നെയാണ്, അവളൊരു കൊലപാതകി തന്നെയാണ്. ഒരാളുടെ മേലൊരു ഫേക്ക് അലിഗേഷൻ ചാർത്തി മാനസികമായും ശാരീരികമായും അയാളെ തളർത്തി മരണത്തിലേക്ക് തള്ളിവിട്ട അവൾക്ക് കൊലപാതകി എന്ന പേരിൽ കുറഞ്ഞൊരു പട്ടം ചാർത്താനില്ല. അവളെ വിളിക്കേണ്ടത് കൊലപാതകി എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നിയമപരമായി ചിന്തിക്കുന്ന സമയത്ത്, അവൾക്കെതിരെ കൊലപാതക കുറ്റം കൊടുക്കാനോ അവളെ പിടിച്ച് ജയിലിടാനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല. കാരണം അവളുടെ കൈകൊണ്ടല്ലോ അയാൾ മരണപ്പെട്ടത്. അവളാലുണ്ടായ ഒരു പ്രവൃത്തി കാരണം മനംനൊന്ത് സ്വന്തം തീരുമാനപ്രകാരമാണല്ലോ ദീപക് ജീവൻ ഒടുക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ആത്മഹത്യാ പ്രേരണ എന്നതിനപ്പുറത്തേക്ക് അവൾക്കെതിരെ വലിയ കേസ് എടുക്കാനുള്ള സ്കോപ്പ് ഒന്നും ഇല്ല. ഈ കേസിൽ നിന്നൊക്കെ അവൾക്ക് സുഖമായിട്ട് ഊരി പോരാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൾക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവൾ പബ്ലിക്കിന് മുന്നിൽ എക്സ്പോസ്ഡ് ആയി, അവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി ഏത് തട്ടപ്പാതിലേക്ക് അവളുടെ മുഖം കണ്ടാലും മലയാളികൾ അവളെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുന്ന പക്ഷം അവളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ആരുടെ അധികം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ലെവലിൽ അവൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തന്നെയാണ് അവൾ ചെയ്ത പ്രവൃത്തി കാരണം അവൾക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇനിയും ഇവളെ പോലെ റീച്ചിന് വേണ്ടി ക്യാമറയും പൊക്കി പിടിച്ച് ബസ്സിലേക്ക് കയറി പോകുന്ന ഒരു ടീം ഉണ്ടാവാൻ പാടില്ല. അതത്രേ ഉള്ളൂ. എന്തായാലും ഇന്നലത്തെ ഒരു ദിവസത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഫുൾ ഷിംജിത തന്നെയായിരുന്നു. അല്ലെ, വേറൊരു ടോപ്പിക്കും ഇന്നലെ ആർക്കും ചർച്ച ചെയ്യാനില്ലായിരുന്നു. എന്തായാലും ഇന്നലെ ഷിംജിത എല്ലാരും കൂടെ അങ്ങോട്ട് ഏറി കയറ്റി അമ്മാനാടായിരുന്നു. ആളിങ്ങനെ ഏറി കയറി പറക്കായിരുന്നു. അതിനുള്ളത് അവൾ തന്നെ വരുത്തി വെച്ചതാണല്ലോ, അത് വേറെ കാര്യം. പക്ഷെ ഇവിടുത്തെ മലയാളികളുടെ ഒരു രീതി വെച്ച് സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഏറി കയറി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അറിയാലോ, അവർ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങൾ വരെ അവർ കുത്തിപ്പൊക്കി കൊണ്ടുവരും. അങ്ങനെ ഇവിടെയും സംഭവിച്ചെന്നുള്ളതാണ്. ഷിംജിതയുടെ ജീവചരിത്രം സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. അത് പിന്നെ സ്വാഭാവികം, പലർക്കും അറിയുമായിരിക്കും. ഇവള് കുറച്ചു കാലം അരീക്കോടിലെ ഒരു വാർഡ് മെമ്പർ ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇവള് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതേ വാർഡിലുള്ള ഒരാളുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താണെന്ന് കേട്ടോക്കി. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മൾ കേട്ടത് കാരണം ഞങ്ങളെ മെമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തില് 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും, അവിടെ 8-8. അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമിൽ ഓള് രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു ഏപ്പിക്കാർ വീഡിയോ കൊണ്ടായിട്ട് എനിക്ക് കൊണ്ടുവരുന്ന ആദ്യം എക്സിറ്റ് കണ്ടു. ഞങ്ങളത് കണ്ട് ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ ഇതാക്കാൻ. ഞാൻ പറഞ്ഞു എനിക്കറിയാം, സിഞ്ചിത്തിന്റെ വീഡിയോ അല്ലേ, ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം, ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. ഓള് രാജിക്കൂല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള അവളെ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്. വടകരയുള്ളതാണ് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല. അങ്ങനെ രാജിക്കത്ത് എഴുതി കൊടുത്ത് പോയി. ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടായിട്ട് രാജിക്കത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിൽ ഇവള് രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നി. ഓള് നേരെ സെക്രട്ടറിക്ക് കൊടുത്ത്, ഞാൻ നാട്ടിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ കേസ് കൊടുക്കും, പണി ഔട്ട് ആവുകൊണ്ട് പിൻവലിച്ചു പറഞ്ഞു. സെക്രട്ടറി അത് പിൻവലിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് ഇവൾ അരീക്കോട് വാർഡ് മെമ്പർ ആയിരുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി നടത്തേണ്ട സമയത്ത് ഇവൾ എന്ത് ചെയ്തു, നേരെ അങ്ങ് ദുബായിലേക്ക് മുങ്ങി. അങ്ങനെ വരുന്ന സമയത്ത് ഒരു വാർഡ് മെമ്പർ എന്ന നിലക്ക് നാട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ ആളില്ലാതാവല്ലോ. അതോടെ എങ്ങനെയെങ്കിലും ഇവളെ രാജിവെപ്പിച്ച് വേറെ ആൾ അതിന് പകരം കയറ്റണമെന്ന ആവശ്യം വലിയ രീതിയിൽ ഉയർന്നു വരാൻ തുടങ്ങി. അത് കാരണം അവൾ രാജിക്ക് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ നല്ല തട്ടമുക്കിയിട്ട് ഈമാനോട് കൂടി നടന്ന അവൾ ദുബായിൽ അങ്ങ് എത്തിയതോടു കൂടി അവളുടെ കോലങ്ങ് മാറി. പിന്നെ അവൾക്ക് തട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ ജീവിക്കാൻ തുടങ്ങി.
തുടങ്ങി. അത് വെള്ള നാട്ടുകാർക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. എന്തായാലും അതിനിടയിൽ ഇവൾ രാജിവെക്കാമെന്ന് ഏറ്റെങ്കിൽ കൂടിയും അവസാന നിമിഷം അവൾ രാജിവെക്കുന്നതിൽ നിന്നും പിന്മാറി എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവൾ അരീക്കോട്ടിലെ വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ കൂടിയും പ്രത്യേകിച്ച് അതുകൊണ്ട് നാട്ടുകാർക്ക് ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. ഇവള് മര്യാദയ്ക്ക് വേണ്ട പോലൊന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് വേണം ഈ വോയിസിൽ നിന്ന് മനസ്സിലാക്കാൻ. അതെങ്ങനെ പ്രവർത്തിക്കാനാ? വാർഡ് മെമ്പറായി കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ ആളങ്ങ് ദുബായിലേക്ക് പോയത്. അപ്പൊ പിന്നെ എങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനാണ്? എന്നാൽ രാജിവെച്ച് വേറെ ആളെ കയറ്റി ഓരെ കൊണ്ട് ഭരിപ്പിക്കാനാണെങ്കിലോ അതിനുള്ള തയ്യാറാവുന്നില്ല. അങ്ങനെയുള്ള ഒരു പെണ്ണാണ് ഇവളെന്നാണ് ഈ വോയിസിൽ പറഞ്ഞു വരുന്നത്. എന്തായാലും ഇതിനിടയ്ക്ക് ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ കാര്യം ഈ വോയിസിൽ പറയുന്നുണ്ട് അല്ലെ. ഇവളിപ്പോ കുറച്ചു കാലമായിട്ട് ഭർത്താവിന്റെ കൂടെയല്ല, ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ 6 മാസമായിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയതാണ്. ഇനി അതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒന്നും അറിയാതെ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇവിടെ സിംജിതക്കും ഭർത്താവിനും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇവര് രണ്ടുപേരിൽ ഒരാളും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയും വന്ന് പറഞ്ഞതുമില്ല. ആയതിനാൽ തന്നെ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഈ വിഷയത്തിൽ അവരെ ക്രൂശിക്കുന്നതിൽ അർത്ഥമില്ല. അല്ല, പലരും പലയിടത്തും ഇപ്പൊ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവൾ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ കാര്യത്തെ ജഡ്ജ് ചെയ്യുന്നതായിട്ട് കണ്ടു. അവൾക്ക് അങ്ങനെ തന്നെ വേണം. അവളുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് തന്നെയാണ് അവളുടെ ഭർത്താവ് അവളുമായി തെറ്റിപ്പിരിഞ്ഞ് പോയതെന്നൊക്കെ പലരും പലയിടത്ത് പറയുന്നത് കണ്ടു. അവളുടെ കയ്യിലിരിപ്പ് മോശമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അത് നമ്മൾ കണ്ടല്ലോ അവളുടെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത്. റീച്ചിന് വേണ്ടി അവൾ കാട്ടിക്കൂട്ടിയ ഒരൊറ്റ പ്രവൃത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണെന്നുള്ളത്. പക്ഷെ ഒന്നും അറിയാതെ അത് കാരണമാണ് അവളുടെ ഭർത്താവ് അവളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയതെന്നൊക്കെ ജഡ്ജ് ചെയ്യുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. ചിലപ്പോൾ എല്ലാവരും പറയുന്ന പോലെ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാകാം അവളുടെ ഭർത്താവ് അവളുമായി തെറ്റിപ്പിരിഞ്ഞു പോയത്. ഇനി അതല്ല, ഭർത്താവ് ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടുമാകാം. എന്ത് തന്നെയായാലും രണ്ടുപേരിൽ ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ തരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അടുത്തറിയാവുന്ന ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പബ്ലിക്കിൽ വന്ന് പറയാത്തിടത്തോളം കാലം നമ്മൾ ചുമ്മാ ഓരോന്നും ജഡ്ജ് ചെയ്തുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാം നമ്മൾ പ്രാക്ടിക്കലി വേണമല്ലോ സംസാരിക്കാൻ. ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇനി നമുക്ക് മരണപ്പെട്ട ദീപക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ പറഞ്ഞ ദീപക്കിന്റെ മാതാപിതാക്കൾ കേസ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു രംഗമാണ്. നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്ക്. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. ഞാൻ വേദിച്ച ലോകത്തിൽ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കും. നല്ല ആൾക്ക് ഇതിലായിട്ട് പോകണം. ഇതായിട്ട് ഇങ്ങനെ വിട്ടാൽ മറ്റുള്ള കുട്ടികളെ കൂടി അങ്ങനെ ബാധിക്കാൻ പാടില്ല. ഇപ്പം നമ്മളെ മോനെ കിട്ടിയ മാതിരി മറ്റുള്ള മക്കൾക്കും ഇതേമാതിരി ആവരുത്. ഇത് നടന്നാൽ പിന്നെ അതിനൊരു ശീലമായിപ്പോൾ കുട്ടികൾ അതിന് വേണ്ട ഇതാക്കണം ചെയ്യണം. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ പരാതി കൊടുക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അവരങ്ങനെയല്ല. അവരെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അവരത് എന്തായാലും കൊടുത്ത് ഇതാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ഇത് തോന്നരുത്. അതേ ഇതിൽ പോകണം. എന്താ പിന്നെ വേറെ മനുഷ്യകാരെന്ന് വേണ്ടോ ഇതേപോലെ ഇതിൽ നമ്മുടെ നാളെ കൊടുക്കണ്ട. നാളെ പരാതി കൊടുക്കണ്ട്. അതിപ്പോൾ നാളെ രാവിലെ വക്കീലത്ത് പോയിട്ട് അത് വേണ്ട മാതിരി ചെയ്യുന്നുണ്ട്. അതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഒന്നുമില്ലാത്തൊരു ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് മോനാണെങ്കിൽ ഒരു ഇതിലേക്കും പോകാത്ത വ്യക്തിയാണ്. അപ്പോൾ ആ ഇതിനെ ഇങ്ങനെ പറയുമ്പോൾ മോനൊരു അമ്മാനുണ്ട് ആളുടെയിലും ഇതൊക്കെ ഈ പബ്ലിസിറ്റി ആക്കിക്കൊണ്ട്. ഇവിടെ ദീപകിന്റെ അമ്മയ്ക്കാണെങ്കിൽ കരച്ചിലടക്കാൻ പറ്റുന്നില്ല അല്ലെ. എങ്ങനെ അടക്കാൻ പറ്റും? ഇവിടെ ദീപകിന്റെ അച്ഛൻ അവസാനമായി പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ മകൻ ഒന്നിലേക്കും പോകാത്ത ഒരുത്തനാണെന്നുള്ളത്. അങ്ങനെയുള്ള മകനെ കുറിച്ച് ഇങ്ങനെ ഒരു അലിഗേഷൻ കേൾക്കുമ്പോൾ, ആ അലിഗേഷൻ കാരണം മനന്നൊന്നും മകൻ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഏത് മാതാപിതാക്കൾക്കാണ് കണ്ടു നിൽക്കാനാവുക? ഏത് മാതാപിതാക്കൾക്കാണ് സഹിക്കാനാവുക? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വന്തം മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ തന്നെ അവരുടെ മക്കളുടെ ശവസംസ്കാര ചടങ്ങിൽ മാതാപിതാക്കൾക്ക് പങ്കെടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു ഫേക്ക് അലിഗേഷൻ കൂട്ടത്തിൽ മകൻ ജീവൻ എടുക്കും കൂടി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത് സഹിക്കാനാവുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു മാതാവിനും പിതാവിനും ഇത് താങ്ങാൻ പറ്റത്തില്ല. എന്തായാലും ദീപകിന്റെ മാതാപിതാക്കൾ കേസ് കൊടുത്തു, വേണ്ട നടപടികൾ സ്വീകരിച്ചു. ഇവര് കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സിംജിതക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചുമത്തിയത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണെന്ന് മാത്രം. എനിവേ, ദീപകിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം നമ്മളിപ്പോ കേട്ടു. ഇനി എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയ പ്രതികരണം വേറൊന്നാണ്. ഈ പറഞ്ഞ ദീപകിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ബസ്സിൽ വെച്ച് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. യാത്ര മധ്യ ആ പെൺകുട്ടി ദീപകിനെ പരിചയപ്പെട്ടതാണ്. എന്തായാലും ആ പെൺകുട്ടി ഉണ്ടായ ഒരു അനുഭവം ഇന്നലെ ഹലോ മല്ലൂസ് എന്ന് പറഞ്ഞ ചാനലിലൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി. ഇങ്ങനെ പിടിക്കത്തില്ലേ ഇരുന്ന് സീറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയിട്ടിരിക്കും. പേരൻസായിട്ട് ഭയങ്കര വേദനയിട്ടി. അപ്പൊ പുള്ളി ചോദിച്ചു മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതുവരെ നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. എപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ വല്ലതും ഉണ്ടാ. അപ്പൊ അമ്മയോട് ചോദിക്കുന്നത് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വയ്യായിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ സാറില്ല അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം
പുള്ളിയുടെ കയ്യിരുന്ന പാരസെറ്റമോൾ എടുത്തത്. ഇപ്പൊ തലവേദന വല്ലതുകൊണ്ട് ഇതിപ്പോ തൽക്കാലം കഴിക്കുന്ന എനിക്ക് തന്നു. അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞ് കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇനി നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനി എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിളോടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിൾ ആണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ. കേട്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ് ഈ പറയുന്ന ദീപക് എന്ന് പറയുന്നത്. തന്നെ തൊട്ടടുത്ത് വന്നിരുന്ന പീരീഡ്സ് ആയ ഒരു പെൺകുട്ടിയെ സൗന്ദര്യപ്പിച്ച, അവൾക്ക് എക്സാമിന് വേണ്ട മോട്ടിവേഷൻ കൊടുത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ ഒരു വോയിസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്രത്തോളം മാന്യമായ വ്യക്തിയാണ് ഈ പറയുന്ന ദീപക് എന്നുള്ളത്. തന്നെ തൊട്ടടുത്ത് വന്നിരുന്ന ഒരു പെൺകുട്ടിയോട് ഇത്രയും മാന്യമായി പെരുമാറിയ ഇദ്ദേഹം തിരക്കിനിടയിൽ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കയറി പിടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിവേ, ദീപകുമായി ബന്ധപ്പെട്ടുള്ള മൊത്തത്തിലുള്ള റെസ്പോൺസ് നോക്കുന്ന സമയത്ത്, അതായത് ദീപകിന്റെ മാതാപിതാക്കളുടെ പ്രതികരണമാണെങ്കിലും ദീപകുമായി യാത്ര ചെയ്തൊരു പെൺകുട്ടിയുടെ പ്രതികരണമാണെങ്കിലും രണ്ടും വെച്ച് നോക്കുന്ന സമയത്ത് ആളൊരു പഞ്ചപാവമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് പിന്നെ അയാളുടെ മനം നൊന്ത് ആത്മഹത്യ ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കുന്നു ആളൊരു പഞ്ചപാവാണെന്നുള്ളത്. കാരണം ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അതിനെ നേരിടുന്നതിന് പകരം ജീവൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മനക്കെട്ടി ആ മനസ്സിനുള്ളൂ. അങ്ങനെയുള്ള ഒരു പഞ്ചപാവത്തിന്റെ ജീവിതമാണ് ഈ പറയുന്ന ഷിംജിത എന്ന് പറയുന്ന നരാധക ഇല്ലാതാക്കിയത് അല്ലെ. പക്ഷെ ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് എന്താണെന്ന് അറിയോ? ഈ പറയുന്ന മരണപ്പെട്ട ദീപക് ഏതോ ഒരു ഷോപ്പിലെ സെയിൽസ്മാൻ എങ്ങാനുമാണ്. ആയതിനാൽ തന്നെ പുള്ളിക്കാരൻ ആ ഷോപ്പിന് പർച്ചേസിങ്ങിന് മറ്റുമായി പലയിടത്തും യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്യവെയാണ് ബസ്സിൽ വെച്ച് ഷിംജിത വീഡിയോ എടുത്തതും അത് കാരണം അദ്ദേഹം ജീവൻ അവസാനിപ്പിച്ചതും. എന്തായാലും ഈ പറയുന്ന ദീപകിന്റെ ഷോപ്പിന്റെ ഉടമ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിട്ടാണ് എന്റെ നെഞ്ച് തകർന്നു പോയത്. ഒരു മുതലാളി തൊഴിലാളിയെ കുറിച്ച് സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടുനോക്കി. നമ്മളുള്ളത് ദീപക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ പ്രസാദാണ് നമ്മളോടൊപ്പം ഉള്ളത്. മുദ്ര ഇംപെക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലായിരുന്നു, സെയിൽസിലായിരുന്നു ദീപക് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം ഈ ജോലിയുടെ ആവശ്യാർത്ഥം പയ്യന്നൂരിലെത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മരണത്തിന് മുൻപ് സ്ഥാപനത്തിന്റെ ഉടമ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി സംസാരിക്കുകയും ആത്മധൈര്യം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് താങ്കൾ അദ്ദേഹത്തോട് പറഞ്ഞത്? ആ സമയത്ത് വിളിച്ചു വരുത്തി പറഞ്ഞത് വെള്ളിയാഴ്ച രാത്രി തന്നെ എനിക്കൊരാൾ ട്രിവാൻഡ്രം സൈഡിലൊരാൾ കമന്റ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ദീപക്കാണോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ദീപക്കാണ്. അപ്പോൾ അതിനകത്ത് ദീപക്കിൻ്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു രാത്രി ഒരു 11:15 എനിക്ക് ആ ഫസ്റ്റ് ആളെ അയച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വീട്ടിലായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു 12 മണിക്ക് വീട്ടിലെത്തിയത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ കടന്നപ്പോൾ ഇങ്ങനെ കമൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ആ കമൻസ് നോക്കിയ സമയത്ത് ഒത്തിരി പേര് ദീപകിൻ്റെ ഭാഗത്തൊരു കുറ്റം പറയുന്നില്ല. എല്ലാവരും ആ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 2:30 മണി വരെ കമൻസ് വായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു. ദീപകിനെ കാണിക്കണമല്ലോ. അപ്പം സാറ്റർഡേ പിന്നെ ഞാൻ ഉദ്ദേശിച്ചു ഫോണിൽ വിളിച്ചില്ല. വിളിച്ച് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് പുള്ളി എടുക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം വിളിച്ച് വരുത്തി കാര്യങ്ങളിരുന്ന് സംസാരിച്ചു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഭാഗത്തൊരു തെറ്റില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും കൗണ്ടറായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നതുകൊണ്ടൊന്നും പേടിക്കാനൊന്നുമില്ല, വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ. അപ്പോൾ ഞാൻ എഡ്യൂക്കേറ്റിനെ കാണുക ആദ്യം വേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് എൻ്റെ നിയമപരമായ രീതിയിൽ എന്താണെന്നുള്ള അവർ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് നമ്മൾ പോയി കേസ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതിയോ, കോർട്ടിൽ കൊടുക്കുകയാണോ എന്നുള്ള അറിയില്ലല്ലോ. അപ്പം അത് ഞാൻ പൊക്കോളം അറിയുന്ന ആളുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു കസിന് ഒരു അഡ്വക്കേറ്റ് ഉണ്ടെന്നാലും എനിക്കറിയാം. അപ്പം അങ്ങനെ പൊക്കോളം എന്നുള്ളതാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വൈകിട്ട് ഞാൻ വിളിച്ചു, അഡ്വക്കേറ്റിനെ കണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പുള്ളി ഇല്ല, സ്ഥലത്തില്ല, നാളെ ഞായറാഴ്ച രാവിലെ വരാൻ പറഞ്ഞിരുന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് കോള് വരുമ്പോഴാണ്. എത്ര നാളായിട്ട് താങ്കളുടെ കൂടെ ഉണ്ട്? 7 വർഷത്തോളമായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡീലേഴ്സ് വിളിക്കുമ്പോൾ എൻ്റെ പുള്ളിയുടെ ഒരു ദീപക്കുള്ളത് അറിയുള്ളൂ. ഒരിടത്ത് പോലും ഒരിക്കൽ പോലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യവും കേട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞത്. കണ്ടല്ലോ, സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വാക്കിടറി പോകുന്നുണ്ട് അല്ലേ. സംസാരിച്ച് കുറച്ചെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു മുതലാളി സ്വന്തം സ്ഥാപനത്തിലെ തൊഴിലാളിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വാക്കിടറി പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര നല്ല തൊഴിലാളി ആയിരിക്കണം ആ സ്ഥാപനത്തിലേത് അല്ലെ. ആ സ്ഥാപനത്തിലെ മറ്റുള്ള തൊഴിലാളികളോട് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം അദ്ദേഹം അല്ലെ. ഒരുപാട് കാലം തന്റെ കീഴിൽ ജോലി ചെയ്ത ഒരു തൊഴിലാളിയെ കുറിച്ചാണ് ഈ മുതലാളി പറയുന്നത്. അവനെ കുറിച്ച് ഇന്നേ വരെ ഒരു മോശപ്പേര് പോലും കേട്ടിട്ടില്ല എന്നുള്ളത്. അതിൽ പരം ഇനി എന്ത് വേണം അല്ലെ. എന്തായാലും ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇനിയെങ്കിലും ഇത്തരം പരിപാടികൾ ഇവിടെ അവസാനിപ്പിച്ചേ
പറ്റൂ. ഇവിടെ നഷ്ടം ദീപകിന്റെ മാതാപിതാക്കൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനൊരു വിഷയം. മറ്റൊരു ടോപ്പിക്ക് കിട്ടുകഴിഞ്ഞാണെങ്കിൽ ബാക്കിയുള്ളവർ അതിന് പിന്നാലെ പോകും. അതിനുശേഷം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടത് ദീപകിന്റെ മാതാപിതാക്കൾ മാത്രമാണ്. എന്തായാലും ഇനി ഇങ്ങനെ ഒരു ട്രെൻഡ് അനുവദിച്ചുകൂടാ. എനിവേ, പല ബസ്സുകാരും സിംജിതയുടെ പ്രവർത്തിക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു കേട്ടു. പല ബസ്സിൽ ഇപ്പോൾ നോട്ടീസുകളൊക്കെ പതിപ്പിച്ചു കഴിഞ്ഞു. ഒരു ബസ്സിൽ പതിപ്പിച്ച നോട്ടീസ് ഞാൻ വായിച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന തെരുവ് വീടുകൾക്ക് ഈ ബസ്സിൽ പ്രവേശനമില്ല. ബസ്സിൽ ഒട്ടിച്ചു വെച്ചൊരു നോട്ടീസാണിത്. വളരെ നല്ലതാണ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത്. പക്ഷെ ഇതൊക്കെ എത്ര കാലം പ്രാവർത്തികമാക്കുന്നുള്ളതാണ്. കുറച്ചു കാലം ഇതൊക്കെ ഉണ്ടാവും, പിന്നെ ആരും മൈൻഡ് ചെയ്യണം അല്ലേ. എന്തായാലും നിലവിൽ ഇപ്പോൾ സിംജിത് ഒളിവിലാണെന്നുള്ള വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉണ്ടായ അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന സൂചന. വടകര സ്വദേശി ഷിംജിതയാണ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയത്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നീക്കം തുടങ്ങിയിരുന്നു. സ്വകാര്യ ബസ്സിലെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഷിംജിതയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഷിംജിത നൈസായിട്ട് മുങ്ങി. ഇത് ചുമ്മാ അറസ്റ്റ് തടയുള്ള പുള്ളിക്കാരുടെ ഒരു അടവ് മാത്രമാണ്. ഇത് പിന്നെ സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒളിവിൽ നിന്നുകൊണ്ട് എന്നെ പുള്ളിക്കാർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കും. കേസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്യും. എന്നിട്ട് മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷം പുള്ളിക്കാർ വീണ്ടും പ്രത്യക്ഷപ്പെടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ നടന്മാർക്കെതിരെ കേസ് വന്നപ്പോൾ അവർ ചെയ്ത പരിപാടി ഇതായിരുന്നല്ലോ. നൈസായിട്ട് കുറച്ചു കാലത്തേക്ക് മുങ്ങി, എന്നിട്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ച് അവസാനം മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ നൈസായിട്ട് പൊങ്ങുകയും ചെയ്തു. ഇവിടെയും അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. എനിവേ, അവസാനമായി നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള അക്ബർ ഖാൻ ഈ ദീപക് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ബിഗ് ബോസിൽ വെച്ച് ഒരു ഗെയിമിനിടെ അനുമോൾ അക്ബർ തന്നെ ജാക്കി വെച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ബിഗ് ബോസിൽ വെച്ച് ഈ അനുമോൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് താൻ നേരിട്ട വിഷമം എന്താണെന്നുള്ളത് അക്ബർ തുറന്നു പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. കാര്യം നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപക് എന്ന സഹോദരൻ ഒരു ഫേക്ക് അലിഗേഷന്റെ മാനസികാവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലെ ഒരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറയുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ. നെവിൻ ഒഴികെ. നെവിൻ മാത്രമാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്. പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കി എന്ന ഓമന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ. ഇന്നും അത് മറ്റുള്ളവരുടെ ജീവനൊടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ, അതിന്റെ പഴുതുകൾ മിസ്യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ്. ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണ് നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുക ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ഇതിവിടെ നിൽക്കുന്നു. ഇനിയും ആത്മഹത്യകൾ വരും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം, മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അത് ഓരോരുത്തരുടെയും മാനസിക ആരോഗ്യത്തിനനുസരിച്ചാണ്. അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ കാണിച്ചു വിടുന്നത് ഭയങ്കര ബോറാണ്. ഗാലറിയിൽ നിന്ന് കളി കാണുന്നവർ പോലെ അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എഴുതി വിടാം, ആരെക്കുറിച്ച് എന്തും പറയാം. അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു ചൂടും വേവൊക്കെ അറിയുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും. അതെ, അതത്രേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അക്ബറിനെതിരെ മുട്ടൻ തെരുവിലാണ് കേട്ടോ. അത് പിന്നെ സ്വാഭാവികം. അന്ന് ഷോയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തിനാണ് പൊക്കി കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ കിടന്ന് കുറയ്ക്കുന്നുണ്ട്. അതിനൊന്നും കാര്യമില്ല. അക്ബർ പറഞ്ഞതൊരു പോയിന്റ് തന്നെയാണ്. ഇനിയെങ്കിലും ഒരു ആണിനെതിരെ ഒരു പെണ്ണ് അലിഗേഷനുമായി വരുന്ന സമയത്ത് കണ്ണടിച്ച് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണത അവിടെ ഇല്ലാതാവട്ടെ. എല്ലാത്തിന്റെയും രണ്ട് വശം കേൾക്കാൻ ഈ സമൂഹം തയ്യാറാവട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.